പ്രവാസി എന്നുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത്. കുടുംബത്തിന് വേണ്ടിയിട്ട്, നാട്ടിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവിടെ കഷ്ടപ്പെടുന്നത്. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പരിഗണനയില്ല. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനൊന്നും പോയി കഴിഞ്ഞാൽ അതിനും തടസ്സങ്ങളും എല്ലാം ഉണ്ട്. ഇന്ന് വളരെ മോശമാണ് നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്. കേരള സർക്കാർ വളരെ മോശമായിട്ടാണ് കാര്യം നടത്തുന്നത്. ഒരു പേപ്പർ വർക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അവർക്ക്. കുറേ പ്രാവശ്യങ്ങൾ പോയിട്ട് കയറി ഇറങ്ങിയാലും അവരുടേതായ രീതിയിലേക്കല്ലാതെ നമ്മളെ ഒരു പരിഗണന നമുക്ക് തരില്ല. കേരളം എല്ലാം പൊളിറ്റിസൈസ് ചെയ്യണം. എല്ലാം പൊളിറ്റിസൈസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് പ്രവാസികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വരുന്ന നമ്മുടെ കേരള മുഖ്യമന്ത്രിമാരും എല്ലാവരും, അതായത് മുൻപുണ്ടായിരുന്ന മുഖ്യമന്ത്രി, ഇപ്പോഴുള്ള മുഖ്യമന്ത്രിമാരും എല്ലാം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി, നോർക്ക മുഖാന്തരം എല്ലാം. പക്ഷേ അതെല്ലാം അത്രത്തോളം ഒരു സക്സസ് ആയതായിട്ട് അറിവിലില്ല. അവർക്ക് കാശേ വേണ്ടൂ സർക്കാർ, നമ്മുടെ ഇപ്പോഴത്തെ കേരള സർക്കാർ. സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൾഫിലുള്ള മലയാളികളുടെ ആയാലും ഫണ്ട് മാത്രം മതി. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫണ്ട് എടുക്കുക, മറ്റുള്ളതിന് ഉപയോഗിക്കുക എന്നല്ലാതെ നമ്മൾക്കൊരു ഗുണമൊന്നും കിട്ടുന്നില്ല. അത്രയും കഷ്ടപ്പെട്ട് ഗൾഫിൽ ജീവിച്ചുവെങ്കിലും അവർ തിരിച്ചു വന്നാൽ അവർക്ക് നമ്മുടെ നാട്ടിൽ വന്നവർക്ക് പട്ടിക്ക് തുല്യമായിട്ടാണ് അവർ കാണുന്നത്. ഇന്നിപ്പോൾ തിരിച്ചു വന്ന പ്രവാസികൾക്ക് വരെ ലോണ് വളരെയധികം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പദ്ധതി മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്നുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ഇന്ന് ലോണ്, ബിസിനസ് തുടങ്ങുവാനും എല്ലാം വളരെ ചുരുങ്ങിയ പലിശ നിരക്കിലും സബ്സിഡി നിരക്കിലും നമുക്കിന്ന് ലഭ്യമാണ്. MP ആയാലും ശരി, MLA ആയാലും ശരി, ഒന്നും അതിനെപ്പറ്റി പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യാറുമില്ല. ഇപ്പം ഇത്തിരി വോട്ടിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ മുൻപുണ്ടായിരുന്ന MP ആയിക്കോട്ടെ, ഇപ്പോൾ നിലവിലുള്ള MP ആയിക്കോട്ടെ, ഇതിനകത്ത് പ്രവാസി വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അഥവാ ഇടപെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളൊരു ആ MP സമീപിക്കുകയാണെങ്കിൽ ആ MP ചെയ്യുന്നത് കോൺസുലേറ്റിലേക്ക് ഒരു മെയിൽ അയച്ച് അവിടെ നിന്നുള്ള ഗ്രേവിയൻസ് മെയിൽ റിസീവ് ചെയ്യുന്നു. ആ ഗ്രേവിയൻസ് മെയിൽ ഈ പരാതിക്കാരന് കൊടുക്കുന്നു. അതോടുകൂടി MP-യുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പല വിദേശ രാജ്യങ്ങളിലും കുടുങ്ങിക്കിടന്ന ആൾക്കാരെ പ്രവാസി ക്ഷേമ സമിതിയുടെ ബാനറിൽ തന്നെ മുൻകൈയെടുത്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരെ ഇവിടെ തിരിച്ചെത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും MP-യുടെയോ സ്ഥലം MLA-യോടോ ഒന്നും ഒരു സഹായങ്ങളും നമുക്ക് ഇതുവരെ ലഭിച്ചതായിട്ട് ഇല്ല. പ്രവാസികൾ ഈ നാടിൻ്റെ അനുഗ്രഹമാണ്. അവരെ കരുവേപ്പിലാക്കാമെന്ന് ആരും കരുതേണ്ട. ഇവിടുത്തെ ജനങ്ങളെ ഇനി ആശ നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവരും.